രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ സോണല്ലാണ്ട് അവിടെ ഓരോ ഇൻഡസ്ട്രിയൽ സോണിലും പ്രവർത്തിക്കേണ്ട അവിടെ വരേണ്ട കമ്പനികളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടാവാറുണ്ട്. കെമിക്കൽ ഫാക്ടറികളാണെങ്കിൽ അത് ഇന്ന പ്രദേശത്ത്, അങ്ങനെ വ്യവസായ മേഖലകളിൽ ഇത്തരം വിളവുകൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൊടുക്കാറുണ്ട്. ഇന്ന് ഇപ്പോൾ കഞ്ചിക്കോട് വ്യവസായ മേഖലയിലല്ല, എലപ്പുള്ളിയിൽ ഈ മദ്യ കമ്പനിക്ക് വേണ്ടി കൊണ്ടുവന്ന നിയമം പോലെയാണ്. ഞാൻ സർക്കാർ ശ്രീ എം പി രാജേഷിനോട് ചോദിക്കാൻ ആഗ്രഹിക്കാം, ഈ ഇളവിൽ ഭൂമിയുടെ പരിധിയിൽ ഇളവ് പോലും ഇപ്പോൾ മദ്യ കമ്പനിക്ക് വേണ്ടി ലഭിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ കഴിഞ്ഞ 15-20 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന 2 യൂണിറ്റുകളുള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനം കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഭൂമിയുടെ പരിധിയിലുള്ള ഇളവിന് വേണ്ടിയിട്ട് സർക്കാരിനെ സമീപിച്ചിട്ട്, മുഖ്യമന്ത്രി പാലക്കാട് വന്ന സമയത്ത് പോലും അവർ സമീപിച്ചു. പക്ഷെ അത്തരത്തിലുള്ള കമ്പനികൾക്ക് വേണ്ടി യാതൊരു ഇളവും കൊടുക്കുന്നില്ല. ഇതുപോലെ 300-400 പേർക്ക് ജോലി കിട്ടുന്നതാണ്, അവർക്ക് വേണ്ട ഇളവുകൾ ചെയ്തു കൊടുക്കുന്നില്ല, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല. പക്ഷേ ഈ ഓയസിസ് കമ്പനിക്ക് വേണ്ടി മാത്രം എല്ലാ നിയമങ്ങളെയും മാറ്റിമറിക്കാനും എല്ലാ നിയമങ്ങളെയും അട്ടിമറിക്കാൻ സർക്കാർ തയ്യാറാവുകയാണ്. അല്ല, ഒന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, മലമ്പുഴയിലെ വെള്ളം കൃഷിക്കും കുടിവെള്ളത്തിനും ഉപയോഗിക്കാൻ പാടുള്ളൂ, അതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. മലമ്പുഴയുടെ സംബന്ധിച്ച് പഠനം നടത്തിയ വിവിധ സർക്കാർ ഏജൻസികളുടെ എല്ലാ പഠന റിപ്പോർട്ടിലുണ്ട് മലമ്പുഴയുടെ സംഭരണശേഷി 40 ദശലക്ഷം ലിറ്റർ കുറഞ്ഞിട്ടുണ്ട്. മഴ കുറഞ്ഞു വരികയാണ്. പാലക്കാടത്തെ കർഷകരുടെ വിഷയങ്ങളുണ്ട്. നേരത്തെ കർഷകർ കോടതിയെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കോടതി വിധിയുണ്ട്. ആ കോടതി വിധി പ്രകാരം മലമ്പുഴ വെള്ളം കൊടുക്കാൻ പാടില്ല. അപ്പോൾ മലമ്പുഴ വെള്ളം കൊടുക്കുന്നത് തടയും. മലമ്പുഴയിൽ നിന്നുള്ള വെള്ളം മദ്യക്കമ്പനിക്ക് കൊടുക്കാൻ അനുവദിക്കില്ല. അത് ഞങ്ങൾ ഹൈക്കോടതിയിൽ ആ വിഷയം എത്തിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പഞ്ചായത്തിൻ്റെ അധികാരങ്ങളെ കവർന്നെടുക്കുന്നതിനെതിരായിട്ട്, പഞ്ചായത്ത് രാജ് സംവിധാനത്തെ അട്ടിമറിക്കുന്നതിനെതിരായിട്ടും ഹൈക്കോടതിയെ സമീപിക്കുന്ന സമയത്ത് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അല്ല, അതാണ് പറഞ്ഞത്, 2 മുന്നണികളും UDFന്റെ കാലത്താണ് കിൻഫ്രയ്ക്ക് കൊടുക്കാനുള്ള തീരുമാനമായിട്ട് വരുന്നത്. അന്ന് പറഞ്ഞ കാര്യങ്ങൾ, കഞ്ചിക്കോട് മലമ്പുഴയിൽ ആവശ്യത്തിന് ജലമുണ്ട്, 2013 കാലഘട്ടത്തിലാണ്. അന്ന് ആവശ്യത്തിന് ജലമുണ്ട്, അന്ന് ആവശ്യത്തിന് മഴയുണ്ട്. ഇപ്പോൾ മഴ കുറഞ്ഞു, മലമ്പുഴയുടെ സംഭരണശേഷി കുറഞ്ഞു. 10 ദശലക്ഷം ലിറ്ററിന് പുറമെയാണ് ഈ എക്സ്ട്രാ ആയിട്ട് മദ്യക്കമ്പനിക്ക് വെള്ളം വേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്നുണ്ട്, അതിന് 15 ദശലക്ഷം ലിറ്റർ വേണം. ആ വെള്ളം ഇവിടുന്ന് കൊടുക്കും. അല്ല, ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻജി പറഞ്ഞുവല്ലോ, റെയിലിൻ്റെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്, റെയിൽ വരും കേട്ടോ. റെയിലിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭം കേരളം മുഴുവൻ ആഞ്ഞടിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു, റെയിൽ വരും. ആ മുഖ്യമന്ത്രിയുടെ ശിഷ്യനല്ലേ ശ്രീ MP രാജേഷ്, അദ്ദേഹം അതേ പറയുള്ളൂ, എന്ത് വന്നാലും മദ്യക്കമ്പനി കൊണ്ടുവരും. മദ്യക്കമ്പനി പാലക്കാട് എലപ്പുള്ളിയിൽ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. അതിന് ഏതറ്റം വരെയും ഞങ്ങൾ പോവും. വലിയ ജനകീയ പ്രക്ഷോഭം. പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാമിൽ എങ്ങനെയാണോ ടാറ്റ കമ്പനിയുടെ കാർ നിർമ്മാണശാലയ്ക്ക് വേണ്ടി അവിടുത്തെ ഇടതുപക്ഷം ബലം പിടിച്ച് ജനങ്ങളെ അടിച്ചമർത്തി ഫാക്ടറി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയതിൻ്റെ പേരിൽ ബംഗാളിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്, അതിന് സമാനമായിട്ടുള്ള ഒരു പ്രക്ഷോഭമായിരിക്കും എലപ്പുള്ളിയിൽ നടക്കുക. മദ്യക്കമ്പനിക്ക് വേണ്ടി ബലം പ്രയോഗിക്കാൻ ഇടതു സർക്കാർ തയ്യാറായാൽ മറ്റൊരു നന്ദിഗ്രാം എലപ്പുള്ളിയിൽ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട. ഈ വ്യവസായ സ്ഥാപനങ്ങളെക്കുറിച്ച് ഇത്ര വ്യാകുലപ്പെടുന്നുണ്ടല്ലോ, കഞ്ചിക്കോട് വ്യവസായ മേഖല അടച്ചുപൂട്ടിയ കമ്പനികളുടെ ലിസ്റ്റ് ഒന്ന് എടുക്കുക. നമ്മുടെ BPLൻ്റെ 3 കമ്പനികൾ, കിറ്റക്സിൻ്റെ 1200ഓളം പേര് ജോലിയെടുത്ത സ്ഥാപനം കിൻഫ്രയ്ക്കകത്തുണ്ടായിരുന്നത്, ചായ ഇൻഡസ്ട്രീസ്, അഗസ്റ്റിൻ കളേഴ്സ്, അതുപോലെ തന്നെ പാറ്റ്സ്പിൻ ഇന്ത്യ, കേരള ഡിസ്റ്റിലറീസ്, ഇത്തരം നിരവധി കമ്പനികൾ അടച്ചുപൂട്ടിപ്പോയി. എന്തുകൊണ്ട്? ഒരു സ്ഥാപനം വന്നാൽ അത് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല. 500-1000 പേർക്ക് ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങൾ കഴിഞ്ഞ 15-20 വർഷക്കാലത്തിനിടയിൽ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ഡസൻ കണക്കിന് അടച്ചുപോയത്. അതൊന്നും നിലനിർത്താനായി ആവശ്യമായിട്ടുള്ള നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചില്ല. മറിച്ച് ഇപ്പോൾ ഒരു മദ്യ കമ്പനിക്ക് വേണ്ടി കാണിക്കുന്ന താല്പര്യം കാണുമ്പോൾ, ഈ താല്പര്യം അന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ കിറ്റക്സിൽ 1200ഓളം സ്ത്രീകളാണ് ജോലി ചെയ്തിരുന്നത്. 10,000-ലധികം ശമ്പളം അന്ന് 2012 കാലഘട്ടത്തിൽ അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനമായിരുന്നു പാറ്റ്സ്പിൻ, അതിന്ന് അടച്ചുപൂട്ടിയ സ്ഥിതിയില്ല. മാരിക്കോ ഇൻഡസ്ട്രീസ്
അങ്ങനെ ആയിരക്കണക്കിന് പേര് ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങൾ നിരവധി അടച്ചുപൂട്ടപ്പെട്ടു. അതൊന്നും നിലനിർത്താനുള്ള നടപടിയോ താല്പര്യമോ കാണിക്കാത്ത സർക്കാർ, അവിടുത്തെ ജോലി നഷ്ടപ്പെട്ട തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കാത്ത സർക്കാരാണ് ഇപ്പോൾ മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടും വലിയ വാദമുഖമായിട്ട് രംഗത്തിറങ്ങുന്നത്. ഉടൻ ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ സമീപിക്കും. നേരത്തെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ സമീപിക്കാൻ തീരുമാനിച്ചത്. ഇന്നലത്തെ മന്ത്രിയുടെ പ്രസ്താവനയോട് കൂടിയിട്ട് അതുകൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും കോടതിയെ സമീപിക്കുക. അല്ല, അതാണ് പറയുന്നത്. സർക്കാർ ഇത്രയും വ്യവസായങ്ങൾ 50,000 പേർക്ക് ജോലി ലഭിക്കുന്നതാണ്, പ്രത്യക്ഷമായിട്ട് ജോലി ലഭിക്കുന്നതാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി. അതിനാകെ ആവശ്യം 15 ദശലക്ഷം ലിറ്റർ. പക്ഷേ ഈ മദ്യ കമ്പനിക്ക് പ്രതിദിനം വരുന്ന വെള്ളത്തിൻ്റെ അളവ് അതിൻ്റെ എത്രയോ ഇരട്ടിയാണ്. അപ്പോൾ ആ മദ്യ കമ്പനിയാണോ ഇവിടെ വരേണ്ടത്, മറിച്ച് ആ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയിൽ വിഭാവനം ചെയ്തുള്ള കമ്പനികളാണ് വരേണ്ടതെന്നുള്ളത് സർക്കാർ തീരുമാനിക്കണം. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്ന സമയത്ത് പറമ്പിക്കുളം ആളിയാറിന്ന് കേരളത്തിന് അർഹതപ്പെട്ട വെള്ളം ലഭിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണം. അതുപോലെ തന്നെ മലമ്പുഴയുടെ 1-ാം പുഴ 96-ൽ ശ്രീ VS അച്യുതാനന്ദൻ കേരളത്തിൽ അന്ന് ഉന്നയിച്ചതാണ്. അന്ന് പാലക്കാട്ടിലെ കളക്ടറായിരുന്ന മാരാപ്പാണ്ടിന് അടക്കമുള്ള ആളുകൾ ആ സ്ഥലം സന്ദർശിക്കാൻ നിന്നാണ് മലമ്പുഴയുടെ 1-ാം പുഴ തമിഴ്നാട് തിരിച്ചു കൊണ്ടുപോകുന്നുള്ളത്. 28 വർഷമായി. ഇനിയും അതിനെതിരായിട്ട് യാതൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ മലമ്പുഴ ഡാമിൻ്റെ ജലസ്രോതസ്സായിട്ടുള്ള 1-ാം പുഴ തമിഴ്നാട് കൊണ്ടുപോകുന്നു. തമിഴ്നാടിൽ നിന്ന് നമുക്ക് അർഹതപ്പെട്ട പറമ്പിക്കുളം വാളയാർ വെള്ളം കിട്ടുന്നില്ല. വാളയാർ ഡാമിൽ നിന്ന് തമിഴ്നാട് മോട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് തമിഴ്നാട് ഭാഗത്തേക്ക് കൃഷിക്കായിട്ട് വെള്ളം മോട്ടറുകൾ ഉപയോഗിച്ച് കൊണ്ടുപോകുന്നു. ഇതൊന്നും തടയാൻ ശ്രമിക്കാതെ കേരളത്തിലെ കർഷകർക്ക് അർഹതപ്പെട്ട, പാലക്കാട്ടുകാർക്ക് അർഹതപ്പെട്ട വെള്ളം ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കാത്ത സർക്കാരാണ് ഇപ്പോൾ ഇവിടെ ആകെയുള്ള മലമ്പുഴയുടെ വെള്ളവും കവർന്നെടുക്കാൻ ശ്രമിക്കുന്നത്. CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവിൻ്റെ നിലപാട് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഞങ്ങൾ CPIയെ മദ്യ കമ്പനിക്കെതിരായിട്ടുള്ള ഒരു യോജിച്ച സമരത്തിന് തയ്യാറാണെന്നുള്ളത് ചോദിക്കാൻ ആഗ്രഹിക്കുക. CPIയുടെ നിലപാട്, ജില്ലാ എക്സിക്യൂട്ടീവിൻ്റെ നിലപാട് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ, ഇവിടുത്തെ കർഷകരോടൊപ്പവും ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ആണെങ്കിൽ CPI ആയിട്ട് യോജിച്ച സമരത്തിന്, മദ്യ കമ്പനിക്കെതിരായിട്ടുള്ള യോജിച്ച പോരാട്ടത്തിന് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ്. അല്ലാതെ ജനങ്ങളെ പറ്റിക്കാൻ പിണറായി വിജയനെയും MV ഗോവിന്ദനെയും കാണുന്ന സമയത്ത് മുട്ടിടിക്കുന്ന നിലപാടാണെങ്കിൽ അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. മറിച്ച് ജനങ്ങളോടൊപ്പമാണെങ്കിൽ യോജിച്ച സമരത്തിന്, ഈ ഇടത് സർക്കാരിൻ്റെ ഈ തെറ്റായിട്ടുള്ള നയത്തിനെതിരായിട്ട് യോജിച്ച സമരത്തിന് പാലക്കാട് ഞങ്ങൾ തയ്യാറാണ്.